ഹർഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു കോളേജിലാണ് പഠിച്ചത്. ആണോ? ഒരേ കോളേജിലെ ആൾക്കാരാണോ? പക്ഷെ ഒരേ കാലഘട്ടത്തിലല്ല. അല്ലല്ല, ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. ഏത് കോളേജ് അത്? മഹാരാജ് കോളേജ്. ആ കോളേജിൽ അങ്ങനെ തന്നെ വേണം. മുതലാളി, ഇവരോട് സംസാരിച്ചു നിൽക്കാൻ മുതലാളിക്ക് ലഗ്നയില്ലേ? വന്ന കാര്യം പറഞ്ഞു വെച്ചും പോവാൻ നോക്കാം. ഏറ്റവും കൂടുതൽ ഇഷ്ടം കൂടുതലുള്ളത് ആരായിരിക്കും? എനിക്ക് ഗോപാലകൃഷ്ണൻ ഏറ്റവും ഇഷ്ടം. പൊളിച്ചു, ഗംഭീരമായി. ഇത് ട്രോളാ. എന്തുകൊണ്ടായിരിക്കും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം? അത് പറയത്തില്ല. എന്നാ രാമഭദ്രൻ എന്നെ എത്ര വെറുക്കുന്നോ അത്രയും ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. നീ എന്തിനാ എന്നെ ഇഷ്ടപ്പെടുന്നത്? അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ സമ്മതം ചോദിച്ചിട്ടാണ് രാമഭദ്രൻ എന്നെ വെറുക്കുന്നത്. പിന്നെന്താ? എന്നെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. പറ്റൂല്ല, ഞാനൊന്ന് നോക്കട്ടെ. നോക്കിക്കോ, ഏത് കുരങ്ങനെ വേണമെങ്കിലും നോക്കിക്കോ, പക്ഷെ എന്നെ നോക്കണ്ട. ഞാൻ രാമഭദ്രനോട് എന്നെ ഇഷ്ടപ്പെടാനൊന്നും പറഞ്ഞില്ലല്ലോ. മേക്കപ്പ് ഒരു കിറ്റ് കയ്യിലുണ്ടാവും എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനെ ഉണ്ടാവാറില്ല. അങ്ങനെ ഉണ്ടാവാറില്ല. വളരെ നീ ഇവിടെ എന്തെടുക്കാടി? എന്താ മാഡം? എന്താടി ഇത്? മാവ് കലക്കി ചട്ടിയിൽ ഒഴിക്കേണ്ടതിന് വരെ മുഖത്തൊടിച്ചിരിക്കുന്നോ? അയ്യോ മാഡം, ഇത് മുഖത്തിന് തെളിച്ചം കിട്ടാൻ വേണ്ടിട്ടാ. എന്നാ കുറച്ച് തലേ കൂടെ ഒഴിക്കേ, അവിടെയും കൂടെ നല്ല തെളിച്ചം കിട്ടട്ടെ. ഒരുപാട് ട്രോളുകളുടെ പെരുമഴ വരുന്ന സമയത്ത് എങ്ങനെയാ മനസ്സ് വേദനിക്കുകയാണോ ചെയ്യുക? അതല്ല ട്രോള് വന്നു കൊള്ളാം എന്നാണോ? രാവിലെ എണീക്കുന്നത് ഇന്നെന്താ പുതിയത് അങ്ങനെ നോക്കിയിട്ടാ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ട്രോളേറ്റ് വാങ്ങിയ ആളുകളിൽ ഒരാളാണ് അല്ലേ ചിന്ത. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് വേറൊരു കോണ്ടെക്സ്റ്റിൽ വേറൊരു കാര്യം പറയാൻ വന്നതാ. പക്ഷെ ലൈവിൽ ആൾക്കാരെല്ലാം കൂടെ ബഹളം വെച്ചിട്ട് ഇത് മാത്രമേ കേട്ടുള്ളൂ. ആ പൊതിച്ചോറിന്റെ രഹസ്യം നമുക്കൊന്ന് വെളിപ്പെടുത്തിയാലോ? എന്താണെന്ന് സംഭവിച്ചത്? അല്ല, ചോദിക്കാൻ വന്നൊരു സുഹൃത്ത് ചോദിച്ചു, കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മരുന്നൊന്നും ഇല്ല, അവിടെ വരുന്ന രോഗികളൊക്കെ മരുന്നില്ലാതെ തിരിച്ചു പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, താങ്കൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയ വിവരമാണ്? അത് പച്ചക്കള്ളമാണ്. അവിടെ എന്നും പോകുന്നവരാണ് ഞങ്ങൾ, എന്നും ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് കൊടുക്കാൻ പോകുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് താങ്കൾ പറഞ്ഞ വാദം പച്ചക്കള്ളമാണ്. അപ്പം ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവിടെ ബഹളം ഉണ്ടാവുകയാണ്. അതിന്റെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് വലിയ തോതിൽ പ്രചരിപ്പിക്കണം. രോഗികൾക്ക് അതിന്റെ പ്രതികാരമായിട്ടാണ് ഉമയുടെ അടുത്ത് വന്ന് മൊത്തം കാര്യങ്ങൾ അവർ മാറ്റി പറഞ്ഞത്. അരവിന്ദൻ വെറും നിരപരാധിയാണ്. അടുത്തിടെ ജയിലിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഇപ്പൊ അഭിന് തല്ലുകൊണ്ട സമരത്തിന്റെ ഭാഗമായിട്ട് ജയിലിൽ പോകേണ്ടി വന്നു. അപ്പൊ ഈ ജയിൽ എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു റോഡിലൂടെയാണ് സൈക്കിൾ ഓടിക്കുന്നത്. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. രാഹുലിനെ കല്യാണം കഴിപ്പിക്കണ്ടേ? എത്ര കാലമായി ഇങ്ങനെ നടക്കുന്നു? എന്താ നിങ്ങളുടെ ഒരു പാർട്ടിയുടെ ഒരു തീരുമാനം? മൈക്ക് പ്ലീസ്. രാഹുൽ ഗാന്ധി വിവാഹം കഴിച്ചിട്ട് കഴിക്കുന്നുള്ള തീരുമാനം തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല അത്. രാഹുൽ തന്നെ തീരുമാനിക്കേണ്ട. രാഹുൽ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കേ. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പാർട്ടിക്ക് വേണ്ടി നമ്മൾ ചോദിക്കുന്നു, രാഹുൽ തീരുമാനിച്ചിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ വിവാഹത്തിന് ശേഷം കഴിക്കാൻ തീരുമാനിച്ചേക്കാം. അപ്പൊ കല്യാണം കഴിക്കുന്നേ ഇല്ല എന്നാണോ? ഭഗവാനെ, ഗുരുവായൂരപ്പ, എന്റെ മകളുടെ വിവാഹം മംഗളമാക്കി തരണേ. രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ്. അതറിയില്ല നിങ്ങൾക്ക്? ആ കഥയുണ്ടോ? ചിന്താ ജെറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തത്. എന്നോട് പറ ഐ ലവ് യു. പരസ്യമായി പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് രഹസ്യമായി പ്രപ്പോസ് ചെയ്ത പല ആളുകളും ഉണ്ടാവാം. പേര് മിറ്റിൽഡ. ഓ, വരുന്നു. വിളിച്ചാവോ? ആ രണ്ടുപേര് ഒന്നുകൂടെ പാടുവോ?